കള്ളക്കേസും ജയിലറയോ കള്ളിയാണ് വീണ ജോർജ് കള്ളിയാണ് എനിക്ക് ഈ നാട്ടിലുള്ള SFIക്കാരോടും DYFIക്കാരോടും CPMകാരോടും പറയാനുള്ളത്, കള്ളം ചെയ്യുന്നവരെ ഈ നാട്ടിലുള്ള ജനങ്ങൾ തിരിച്ചറിയും. കള്ളം ചെയ്യുന്നവരെ ഈ നാട്ടിലുള്ള ജനങ്ങൾ എന്തായാലും തിരിച്ചറിയും. 25-ാം തീയതി KSUവിൻ്റെ ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ് ശ്രീ അതുൽ MC തന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. മന്ത്രി വീണ ജോർജ് അവിടെ ഉണ്ടെന്ന വിവരമായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പോൾ കേരളത്തിലെ ആരോഗ്യമന്ത്രിയുടെയും ആരോഗ്യ വകുപ്പിൻ്റെ അവസ്ഥ എന്താണ്. അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് കരിങ്കൊടി പ്രതിഷേധം നടത്താനായിരുന്നു ഞങ്ങളന്ന് വിചാരിച്ചിരുന്നത്. ഞങ്ങൾ ശക്തമായി പ്രതിഷേധിച്ചു. ഞങ്ങളെ മുദ്രാവാക്യം ഉയർക്കെ വിളിച്ചു. ഞങ്ങൾ കരിങ്കൊടി ഉയർത്തി കാണിച്ചു. പക്ഷെ അവിടെ മന്ത്രിയുടെ നിലപാട് എന്തായിരുന്നു? മന്ത്രി എന്താണ് അവിടെ കാണിച്ചു കൂട്ടിയത്? ഷംസീറിന്റെ തിരക്കഥയിൽ മന്ത്രി അവിടെ ഒരു സിനിമ ഷൂട്ടിംഗ് നടത്തി. എന്നിട്ടോ ആ സിനിമ ഷൂട്ടിങ്ങിന്റെ അവസ്ഥ എന്താണ്? ജനങ്ങൾ അത് ചുരുട്ടി ചവിട്ടുകൊട്ടയിലേക്ക് എറിഞ്ഞു. ഞങ്ങളെ 16 ദിവസം അവർ ജയിലിലടച്ചു. എന്നിട്ട് എന്തായി? ജനങ്ങൾ തിരിച്ചറിഞ്ഞില്ലേ? എൻ്റെ വീട്ടിലേക്ക് അവർ ബോംബെറിഞ്ഞു. എൻ്റെ അച്ഛനും അമ്മയും മുറിവിക്കിടക്കുമ്പോൾ അവർ ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഇതൊന്നുമല്ല എൻ്റെ നേരെയുണ്ടായ ആക്രമണങ്ങൾ. കഴിഞ്ഞ ദിവസം ഞാൻ പാലയാട് പഠിക്കുന്ന സമയത്ത് ഏകദേശം 1 വർഷം മുന്നേ എന്നെ അവിടെ അവർ ക്രൂരമായി മർദ്ദിച്ചു. എൻ്റെ വയറിന് വെട്ടേറ്റു. ഞാൻ തളർന്നില്ല. നിരവധി തവണ എൻ്റെ ക്യാമ്പസിൽ ആക്രമിച്ചു. ഞാൻ തളർന്നില്ല. ബോംബെറിഞ്ഞു. 16 ദിവസം ജയിലിൽ അടച്ചു. ഞാൻ തളർന്നില്ല. ഇനി ഒരിക്കലും തളരുകയുമില്ല. ഈ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും. ഞങ്ങളിലേറെ കണ്ടവരോ നീതിക്കായി പോരാടോ ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം. അപ്പോ കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ. പാർക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.